കൊത്തവരയും ക്യാരറ്റും കൊണ്ട് രുചികരമായ തോരൻ തയ്യാറാക്കാം. കൊത്തവരയൊക്കെ മിക്കവാറും കയ്പ്പ് രസമുള്ളതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ല. അപ്പോൾ അത് ഈ ഒരു ക്യാരറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കയ്പ്പ് രസമൊക്കെ ഒഴിവായി കിട്ടും. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/2 ടീസ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് കൊത്തവരയും ക്യാരറ്റും അതുപോലെ സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ഒരു പകുതി മതിയാകട്ടോ. ഇനി ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അയണിൻ്റെ ചീനച്ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതുപോലുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ മിക്സ്ഡ് ആയിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.